ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ BA ഹിന്ദി MEDC. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അഗയുടെ ഉപന്യാസങ്ങളെ പറ്റിയാണ്. സ്വാതന്ത്ര്യാനന്തര ഹിന്ദി സാഹിത്യ ചരിത്രത്തിൽ അഗയുടെ പേര് പരമോന്നതമാണ്. അദ്ദേഹം തൻ്റെ തൂലിക ഉപയോഗിക്കാത്ത ഒരു സാഹിത്യ വിഭാഗവുമില്ല. സ്വാതന്ത്ര്യാനന്തരം ഹിന്ദി സാഹിത്യത്തിൽ വന്ന പുതിയ രീതി അഗയുടെ രചനകളിലൂടെ സാധ്യമാക്കി. 1936 അഗയ് സാഹിത്യ ലോകത്തേക്ക് പൂർണ്ണമായും പ്രവേശിക്കുകയും ആഗ്രയിൽ സൈനിക് എന്ന ദിനപത്രത്തിൻ്റെ എഡിറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു. 1943 അദ്ദേഹം സൈന്യത്തിൽ ചേർന്നു, ഒരു ജോലി ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹം എഴുത്തു തുടർന്നു. ആധുനിക യുഗത്തിലെ സാഹചര്യങ്ങൾ മനുഷ്യജീവിതത്തെ യാന്ത്രികമാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ ജയിൽ ജീവിതം അഗയ്ക്ക് ഒരു അനുഗ്രഹമായിരുന്നു. ഈ സമയത്ത് അദ്ദേഹം കവിതയും ഗദ്യവും എഴുതി. പ്രേംചന്ദ് കാലഘട്ടത്തിലെ ഫിക്ഷനിൽ സമൂഹത്തിന് ഒരു പ്രധാന സ്ഥാനം നൽകി. പ്രേംചന്ദ് കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വ്യക്തിക്ക് പ്രാധാന്യം ലഭിക്കാൻ തുടങ്ങി. അത്തരം നോവലിസ്റ്റുകളിൽ ആദ്യത്തേത് അഗയായിരുന്നു. അഗയുടെ നോവലുകളിൽ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അഗയ് കഥാപാത്രത്തിനും വ്യക്തിത്വത്തിനും പ്രാധാന്യം നൽകി. ശേഖർ ഏക് ജീവനിയിൽ കൂടുതൽ ഘടനയുണ്ട്. എന്നിരുന്നാലും കഥയുടെ സൂത്രധാരൻ തന്നെയാണ് കഥാനായകൻ. എന്നുവെച്ചാൽ ഈ നോവലിൽ കഥയേക്കാൾ ഇമ്പോർട്ടൻ്റ് നായകനാണ്. പ്രേംചന്ദും അഗയും നോവലിനെ വികാസത്തിൻ്റെ പാതയിലേക്ക് നയിച്ച പ്രധാന കലാകാരന്മാരാണ്. പ്രേംചന്ദ് സമൂഹത്തെ തൻ്റെ കഥയുടെ അടിസ്ഥാനമാക്കി, അഗയ് വ്യക്തിയെ നോവലിൻ്റെ കേന്ദ്രമാക്കി. അഗയുടെ നോവലിൻ്റെ കഥയും പ്രേംചന്ദിൻ്റെ നോവലിൻ്റെ കഥ പോലെ ക്രമബദ്ധമല്ല. കഥയുടെ വേഗതയിലും ഒരു വക്രതയുണ്ട്. അഗയുടെ കൃതിയുടെ ഏറ്റവും വലിയ സവിശേഷത മനോവൈജ്ഞാനികതയാണ്. അഗയ് 2 പൂർണ്ണ നോവലുകളും 3 അപൂർണ്ണ നോവലുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. BSc പഠിക്കുമ്പോൾ അദ്ദേഹം വിപ്ലവ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തിരുന്നു. ഈ കാലയളവിൽ അദ്ദേഹം തൻ്റെ ആദ്യ നോവൽ എഴുതിയെങ്കിലും അത് പോലീസ് ഓഫീസിൽ തന്നെ തുടർന്നു. അഗയുടെ ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ ശേഖർ ഏക് ജീവനിയാണ്. അതിൻ്റെ 2 പാർട്ട് പ്രസിദ്ധീകരിച്ചു. 3-ാം ഭാഗം അപൂർണമായി തുടർന്നു. ജയിൽ ജീവിതത്തിനിടയിലാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയത്. അതിൻ്റെ ആദ്യ ഭാഗം ഉത്ഥാൻ 1940 പ്രസിദ്ധീകരിച്ചു. ഇതിൻ്റെ പ്രകാശക് ബനാറസിലെ സരസ്വതി പ്രസ്സാണ്. 356 പേജുള്ള ഈ പുസ്തകത്തിൻ്റെ വില വെറും 3 രൂപ മാത്രമായിരുന്നു. ശേഖർ ഏക് ജീവനിയുടെ സെക്കൻഡ് പാർട്ട് സംഘർഷ് എന്ന പേരിൽ 1944 ബനാറസിലെ സരസ്വതി പ്രസ്സിൽ പ്രസിദ്ധീകരിച്ചു. 259 പേജുള്ള ഈ പുസ്തകത്തിലെ വില 5 രൂപയായിരുന്നു. ഈ നോവലിൻ്റെ 3-ാം ഭാഗം ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വിപ്ലവകാരിയെ ചിത്രീകരിക്കുന്ന 2 ഭാഗങ്ങളാണ് ഈ നോവലിലുള്ളത്. ഭാവനയുടെ സഹായമില്ലാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ സത്യസന്ധമാക്കി അവലോകനം ചെയ്യുന്നു. ജനനം മുതൽ 20 വയസ്സുവരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഈ അവലോകനത്തിൽ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നായകൻ്റെ കലാപം പൂർണ്ണമായും പ്രകടിപ്പിക്കപ്പെടുന്നു. നായകൻ്റെ കലാപത്തെ ഏക് രാത് മേം ദേഖ് ഗയേ വിഷൻ രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഈ നോവലിൽ നിരവധി ഘടനകളുണ്ട്. എന്നിരുന്നാലും അഗയ് കഥയിലല്ല, മറിച്ച് കഥാപാത്രങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഈ നോവൽ അടിസ്ഥാനപരമായി ഒരു ഓർമ്മ ചിത്രമാണ്. അതായത് ഈ നോവൽ ഓർമ്മയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആത്മകഥാപരമായ ശൈലിയിലാണിത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ നോവലിലെ വിപ്ലവ നായകൻ ശേഖറാണ്. ശേഖറിൻ്റെ കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ ഈ നോവലിൻ്റെ ആദ്യ ഭാഗത്ത് കാണാം. 2-ാം ഭാഗത്ത് ശേഖർ വ്യത്യസ്ത സാഹചര്യങ്ങളെ നേരിടുന്നതായി കാണിച്ചുകൊണ്ട് കഥയ്ക്ക് വേഗത നൽകുന്നു. അവസാനം ശേഖർ വിപ്ലവകാരിയായി മാറുകയും പോരാടുകയും ചെയ്യുന്നു. നോവലിൻ്റെ അവസാനം ശേഖറിനെ ആത്മവിശ്വാസമുള്ള, വിനീതമായ, ശക്തനായ, രാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി പോരാടുന്ന വിപ്ലവകാരിയായി അവതരിപ്പിക്കുന്നു. ശേഖറിൻ്റെ വിദ്രോഹി വ്യക്തിത്വത്തിൽ അഗയുടെ ആത്മാഭിവ്യക്തി കാണാൻ കഴിയും. അഗയുടെ 2-ാമത്തെ നോവൽ നദി കെ ദ്വീപാണ്. 1951 പ്രസിദ്ധീകരിച്ച ഇത് 444 പേജുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ വില 7 രൂപയായിരുന്നു. ഈ നോവലിൻ്റെ ഇതിവൃത്തം വളരെ ഹ്രസ്വമാണ്. മാനുഷിക മൂല്യങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും പ്രാധാന്യം, ആവശ്യകതയും ഇത് എടുത്തു കാണിക്കുന്നു. നദി കെ ദ്വീപ് എന്ന നോവലിൽ 4 പ്രധാന കഥാപാത്രങ്ങളാണുള്ളത്. മറ്റുള്ള കഥാപാത്രങ്ങൾക്ക് ചെറിയ റോൾ മാത്രമേ ഉള്ളൂ. ഭുവൻ, ചന്ദ്രമാധവ്, രേഖ, ഗൗര എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. രേഖയുടെയും ഭുവൻ്റെയും ഐക്യം നദിയിലെ ദ്വീപ് പോലെ ശാശ്വതമല്ല. നിർഭാഗ്യവശാൽ ഭർത്താവിൻ്റെ വൈകൃതങ്ങൾ കാരണം അവരുടെ ദാമ്പത്യ ജീവിതം വളരെ ദുഷ്കരമായി. ഒടുവിൽ നായികയായ രേഖ ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി. നായകൻ്റെയും നായികയുടെയും കഥാപാത്രങ്ങളിൽ ഒരു വികാസവുമില്ല. വാസ്തവത്തിൽ ഇതൊരു വേദനാജനകമായ പ്രണയകഥയാണ്. ഓർമ്മകളുടെ സഹായത്തോടെയാണ് അഗയ് കഥ വികസിപ്പിച്ചിരിക്കുന്നത്. കവിതയും ഗാനങ്ങളും ഉപയോഗിച്ച്
വികാരങ്ങൾക്ക് അനുസൃതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ നോവലിസ്റ്റ് വിജയിച്ചിരിക്കുന്നു. ഇതെല്ലാം ഒരു മാനസിക തലത്തിലാണ് കാണിച്ചിരിക്കുന്നത്. 1961 പ്രസിദ്ധീകരിച്ച അപ്നെ അപ്നെ അജ്നബി അഗയുടെ മൂന്നാമത്തെ ഉപന്യാസമാണ്. ഇതൊരു ചെറിയ നോവലാണ്. കഥയിൽ പുതുമയുണ്ട്. ഇതിൽ രഹസ്യവാദിൻ്റെ പ്രാധാന്യമുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾ വിദേശികളാണ്. പശ്ചാത്തലവും വിദേശികളാണ്. മൃത്യു സേ സാക്ഷാത്കാർ, അതായത് മരണവുമായുള്ള അഭിമുഖമാണ് ഈ നോവലിൻ്റെ വിഷയം. മരണത്തോടുള്ള പാശ്ചാത്യ പൗരസ്ത്യ വീക്ഷണങ്ങളും ഇന്ത്യൻ ജീവിത തത്വചിന്തയും ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് ഹിന്ദിയിലെ ആദ്യത്തെ അസ്തിത്വവാദി ഉപന്യാസമെന്ന് പറയപ്പെടുന്നു. ഈ 3 നോവലുകൾക്ക് ശേഷവും അദ്ദേഹം നോവലുകൾ എഴുതുന്നത് തുടർന്നു. ഛായാമേഘൽ, ബീനു ഭഗത് എന്നീ 2 നോവൽ അപൂർണമാണ്. ഇന്ത്യൻ വിപ്ലവകാരികളുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവലാണ് ഛായാമേഘൽ. ബീനു ഭഗത് ഒരു സ്ത്രീവിമർശ ഉപന്യാസമാണ്. ഇതിൽ കുട്ടികളില്ലാത്ത ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ ചിത്രീകരിക്കുന്നു. ഈ 2 നോവലും 8ാം ദശകത്തിലാണ് എഴുതിയത്. അഗയുടെ ഉപന്യാസത്തിൽ പ്രേംചന്ദിൻ്റെ പോലുള്ള സാമാജികതയുടെ അഭാവമുണ്ട്.